ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ മൂൺ ഗാർഡും ഉണ്ട്, അതുപോലെ ഹൈ പ്രീസ്റ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം കേൾക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തു നിന്നും ഒരു ഗൈഡൻസിൻ്റെയും ആവശ്യമുണ്ടാവില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് തന്നെ നേരിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചോദിക്കുക, ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇത് എൻ്റെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതു കാര്യത്തിനും ആ ഒരു ഉത്തരം നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യത്തിനാണോ ഗൈഡൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഗൈഡൻസ് നമ്മുടെ ഇൻറ്റ്യൂഷനിലൂടെ തന്നെ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സോള് ഈ ഒരു സമയം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ സോള് എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു സൈക്കിക് എബിലിറ്റിയുടെ ഒരു കാർഡാണ് ഈ ഒരു മൂൺ കാർഡ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഈ ഒരു സമയം വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ വന്നേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. ഇവിടെ നാൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ ഇവിടെ വിട്ട് കളയേണ്ടതുണ്ട് എന്നാണ്. മാത്രമല്ല ഈ ഒരു സമയം യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സൈൻ, അടയാളങ്ങൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഡിവൈനുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആണ് ഈ ഒരു സമയം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ചില ആളുകൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ചിലപ്പോൾ മിസ്റ്റേക്ക് അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതെൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് ആണ് എന്ന്. ചിലപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ആ ഒരു വർക്ക് പ്ലേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാവാം. അത്തരത്തിലൊരു എനർജി ഉണ്ട്. അതായത് എൻ്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യമാണ് മാറ്റേണ്ടത്, അതൊക്കെ നിങ്ങൾ ഇവിടെ വീണ്ടും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചില സമയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറ്റം പറയാനൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം, ചില മിസ്റ്റേക്സ് ഓർത്ത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ഇവിടെ വിഷമിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റാരോടെങ്കിലും നിങ്ങൾക്ക് എതിർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം പാസ്റ്റിൽ. പക്ഷെ നിങ്ങൾ പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക. പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാ അനുഭവങ്ങളും അത് നിങ്ങൾക്കൊരു പാഠമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ചില നല്ല പാഠങ്ങൾ എനിക്ക് ലഭിച്ചു എന്ന്
നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഇവിടെ ചില ആളുകൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ ചിലർ മത്സര ബുദ്ധിയോടെ നിങ്ങളോട് പെരുമാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ക്ഷമ കാണിക്കേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഇവിടെ പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ നിങ്ങളിവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഫലം ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാണ്. അതുപോലെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയുമായി ചേർന്ന് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമായിട്ട് പിണങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾ പിണക്കത്തിലായിരുന്നുവെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പിണക്കമൊക്കെ മാറി നിങ്ങൾ വളരെ സന്തോഷത്തിലായ ഒരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പല നല്ല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സന്തോഷങ്ങൾ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു ഹാപ്പി ഫാമിലിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒത്തിരി ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഫാമിലിക്ക് അത്രയധികം ശ്രദ്ധ കൊടുക്കാതിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് പോലെ, അതായത് ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം എന്നൊക്കെ. അങ്ങനെയൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ അല്ലെങ്കിൽ അവരുമൊത്ത് ചില സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന ആ ഒരു സന്തോഷം വേറൊരിടത്തു നിന്നും കിട്ടാറില്ല. കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തമായ ദിശാബോധം നിങ്ങൾക്ക് വരുന്നു എന്നാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണ് ഇനി തുടങ്ങേണ്ടത്. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അത് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുള്ളൊരു മാപ്പുണ്ട്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതായത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ആൾക്കാർ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ചിന്തിക്കുക. ഇപ്പോൾ പ്രസൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഗോൾസ് ആണ് അച്ചീവ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഏതൊക്കെ വഴിയെ പോയാൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് ദൈവം വഴികൾ കാണിച്ചു തരുന്നുണ്ട്. ഏത് വഴിയിലൂടെ പോയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വഴികൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റേണ്ട സമയമാണ് ഇതെന്നുള്ളതാണ്. കുറേ ആൾക്കാർ ഇവിടെ കൺഫ്യൂഷനിലാണ്. ഇവിടെ 2 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ ജോലിയിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തിലായാലും നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനുള്ള അനുഗ്രഹങ്ങൾ അത് ചിലപ്പോൾ വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനായിട്ടോ ഒക്കെ അത് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്ത് തടസ്സങ്ങളും മറികടക്കാനുള്ള ഒരു ആത്മധൈര്യം നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. അതുപോലെ പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ
നിങ്ങൾ പുതിയൊരു കാര്യം ഇവിടെ പഠിക്കാനൊക്കെ ഈ സമയം ശ്രമിക്കുന്നു എന്നും കാണുന്നുണ്ട്. ഇവിടെ ഹൈ പ്രീസ്റ്റസിന്റെ ഒരു എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി അത് വളരെ ബ്രൈറ്റ് ആയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു ഫെമിനിയൻ എനർജി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ശക്തിയാണ്. നമുക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ ഒരു ശക്തി വേണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി ആ ഒരു ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ആ ഒരു ധൈര്യമുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി ശരിക്കും വളരെ ക്ലിയർ ആയ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ നൈറ്റ് ഓഫ് വാൻസിന്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യമാവാം. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു ആവേശം നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ചില വ്യക്തികളെ നിങ്ങൾ കാണുന്നതായിരിക്കാം. കാരണം ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്ന ആ ഒരു ത്രില്ലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പോകുന്ന ഒരു ത്രില്ലിലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലൊരു വൈബ്രന്റ് എനർജിയിലാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഇപ്പോൾ മടി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലെ ആ ഒരു മടിയും അലസതയും അതൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഉത്സാഹത്തോടെ ഇവിടെ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ പേജ് ഓഫ് സോർഡ്സിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു സക്സസ് ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ആ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ആ ഒരു അധികാരത്തിന്റെ ആ ഒരു കസേരയിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിന് അങ്ങനെ ഒരു ഫലം കിട്ടി, നിങ്ങളവിടെ സന്തോഷമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. ചില ആൾക്കാർക്ക് ഇവിടെ ക്ലാരിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം ഒരു ഡിവൈൻ പവർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്ഷൻ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു സമയം സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഇവിടെ മാനിഫെസ്റ്റ് ആകുന്നുണ്ട്. അതിനാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്കാവുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഴിവ് അത് നിങ്ങൾക്ക് വളരെ അധികം പ്രയോജനപ്പെടുത്താൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അവബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് ഒക്കെ വരുമെന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഓഫർ ആരോ കൊണ്ടുവരുന്നുണ്ട്. അത് ജോലിയുടെ ഓഫർ ആകാം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നതാവാം. അങ്ങനത്തെ ഒരു ഓഫർ ആകാം. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു ഇമെയിലായിട്ടോ ഒരു കോളായിട്ടോ ഒക്കെ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓഫർ ആകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു സ്പിരിച്വൽ ക്ലാരിറ്റിയും ആകാം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു അടുത്ത സമയങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിരുന്നതാവാം ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾക്കറിയണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ
അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് തന്നെ മാറ്റിക്കളയാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ അത് എന്ത് തടസ്സമായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്ത് തടസ്സവും വന്നോട്ടെ, എനിക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റും എന്നുള്ള തീരുമാനം ഈ ഒരു സമയം നിങ്ങൾ എടുക്കുമെന്നുള്ളതാണ്. പുതിയൊരു കാര്യമാണ് നിങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചിലർ സ്നേഹത്തിൻ്റെ ആ ഒരു എനർജിയിലായിരിക്കും. മറ്റുള്ളവരെ കൂടി ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ വളരെ കാം എനർജിയിലായിരിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നിങ്ങളതൊക്കെ അതിൻ്റെ ആ ഒരു വഴിക്ക് വിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ കൂളായിട്ട് നിങ്ങൾ ക്വയറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഹീൽ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കുക, നമ്മൾ നമുക്ക് വേണ്ടി കൂടി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഇവിടെ പാടെ മറന്നു കളയാതിരിക്കുക. നമ്മൾ ഇപ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ ഒരു പ്രൊട്ടക്ഷനും ആ ഒരു ഹീലിങ്ങും സ്നേഹവും അങ്ങനെ എല്ലാം അത് നമുക്കും കൂടി ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ആ ഒരു സോൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു മോട്ടിവേഷൻ സ്വീകരിക്കുന്നതാവാം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ലവ് ഓഫറൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ക്ഷീണവും തളർച്ചയുമൊക്കെ ഉള്ള ആളുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ മാറി നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് ഇവിടെ ഇരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി വളരെ പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം എത്തുന്നു എന്നുള്ളതാണ്. അതൊരു ചേഞ്ചാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ട്രാവൽ അത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ നടക്കുമെന്നും കാണുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു ട്രാവലാണെന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ ഈ സമയം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഏതെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതുമാവാം. അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു യാത്രയാകാം. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ മടിച്ചിരുന്നുവെങ്കിൽ, അതിന് പ്രാപ്തരല്ലായിരുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ലീഡറായിട്ടൊക്കെ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു അനുഭവം ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ചില കാര്യങ്ങളിൽ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നത് പോലെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും കുറേ പാഠങ്ങളൊക്കെ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതിൽ നിന്നും നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ വരും വരായികളെ പറ്റി ചിന്തിക്കുന്നതേയില്ല. കാരണം ചില അനുഭവങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തതാവാം അങ്ങനെ ചിന്തിച്ചാൽ ഒരു കാര്യങ്ങളും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ സമയം
നിങ്ങൾ വരും വരായികളെ പറ്റി ചിന്തിക്കാതെ വളരെ കൂളായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാം എന്നൊരു നിലപാടെടുത്ത് ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. എന്തും വരട്ടെ എന്നുള്ള ആ ഒരു ചിന്ത, നിങ്ങൾ ഒന്നിനെ പറ്റിയും ഇവിടെ ഓവർ തിങ്ക് ചെയ്യുന്നില്ല. നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങളിവിടെ ഓവർ തിങ്ക് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഓവർ തിങ്ക് ചെയ്താൽ ഒരു കാര്യങ്ങളും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ വരുന്നത് വരട്ടെ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആർക്കും ഒരു മുഷിച്ചിലൊന്നും ഉണ്ടാകാതെ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കം തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു മാജിക് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെപ്പറ്റി അറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള കുറേയധികം ആളുകൾക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്. അത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണത്. പല ആൾക്കാർക്കും അതിനെപ്പറ്റി ഒരു ബോധ്യമില്ല എന്നുള്ളതാണ്. പലരും നല്ല ഹീലിംഗ് പവർ ഉള്ള ആൾക്കാരായിരിക്കാം, ചിലർ നല്ല മെൻറ്റർമാരായിരിക്കാം, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഒരുപാട് കഴിവുകൾ, ചിലർക്ക് ഒരുപാട് എഡ്യൂക്കേഷനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ പല രീതിയിലും അവർക്ക് സഹായിക്കാൻ പറ്റും, പല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യം, ഏറ്റവും വലിയൊരു പരീക്ഷണത്തിൽ നിന്നാണ് ഒരു കാര്യം ഉത്ഭവിക്കുന്നത് എന്നാണ്. അതുപോലാണ് മനുഷ്യൻ. അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു പ്രശ്നം കടന്ന് നമ്മൾ അതിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പരിവർത്തനം സംഭവിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ഒരു തിരിച്ചറിവ് അതിനെപ്പറ്റി നമുക്ക് വേണം. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ ഉള്ളിലൊരു നന്മയും അതിലൊളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഒരു നന്മയായിരിക്കും. അപ്പോൾ ഇതൊരു മജീഷ്യനാണ്. നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ടെന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ചിലർ അത് കാണാതിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക, അതുപോലെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാമുള്ള ആൾക്കാരാണ്. പക്ഷേ പലപ്പോഴും അത് ചെയ്യേണ്ട സമയങ്ങളിൽ അത് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ്. പിന്നെ ഇവിടെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാവാം, മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതാവാം. മാത്രമല്ല ഇവിടെ ഫിനാൻഷ്യൽ സെറ്റപ്പിലൊക്കെ ഒരു മാറ്റം വരുന്നതാകാം. പിന്നെ ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കുന്നതാവാം. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളിലേക്കൊരു അബൻഡൻസ് വരുന്ന ഒരു എനർജിയാണ് ഇത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ആ ഒരു ഡ്യൂട്ടി നിങ്ങളിവിടെ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു മണി എനർജി ഈ സമയം വളരെ ഹൈ ആയിരിക്കും എന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം പോസിറ്റീവായിട്ടിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.